Hi students, നമ്മൾ ഓൾറെഡി ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് നല്ല ചോദ്യങ്ങൾ പരിചയപ്പെടാം. സോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 1. When a bus suddenly takes a turn, the passengers are thrown outwards because of. അല്ലേ, ഒരു ബസ് സഡൻലി ടേൺ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പാസഞ്ചേഴ്സ് വെളിയിലോട്ട് തെറിച്ചു പോകുന്നതായി തോന്നുന്നത്? Option 1, inertia of direction. Option B, acceleration of motion. Option C, speed of motion. Option D, both B and C. നമുക്കറിയാം, ഒരു ബോഡിക്ക് അതിൻ്റെ അതേ ഡയറക്ഷനിൽ തുടരാനുള്ള പ്രവണത, അതിന് പറയുന്ന പേര് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്നാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഒരു ബോഡിക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായി പറ്റുകയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ എപ്പോഴാണോ സഡൻലി ഒരു ടേൺ എടുക്കുന്നത്, സോ പാസഞ്ചേഴ്സ് വെളിയിലോട്ട് തെറിച്ചു പോകാനുള്ള കാരണം ആക്ച്വലി ആ ഒരു വാഹനത്തിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സഡൻ ടേൺ എന്ന് പറയുന്നത് മൂലം ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ച്വലി ആക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് തെറിച്ചു പോകുന്നതായി ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് പറയാം? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 2. A train is moving with velocity 20 meter per second. On this, dust is falling at the rate of 50 kilogram per minute. The extra force required to move this train with constant velocity will be. ഒരു ട്രെയിൻ 20 മീറ്റർ പെർ സെക്കൻഡിൽ പോവുകയാണ്, അതിൽ ഡസ്റ്റ് ഫോൾ ചെയ്യുകയാണ്. എത്ര റേറ്റിലാണ്? 50 കിലോഗ്രാം പെർ മിനിറ്റ് എന്നുള്ള റേറ്റിൽ. എത്ര എക്സ്ട്രാ ഫോഴ്സ് റിക്വയർഡ് ആയിട്ട് വരും ഈ ട്രെയിൻ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഈ 20 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ പോകുന്നതിന് വേണ്ടിയിട്ട്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 16.66, 166.6, 1200 ന്യൂട്ടൺ തുടങ്ങിയവ. നമുക്കറിയാം, തീർച്ചയായിട്ടും ഡസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനിൽ വന്ന് ഈ ഒരു റേറ്റിൽ വീഴുകയാണെങ്കിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനും ഇതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യേണ്ടി വരും റിലേറ്റീവ് ടു ട്രെയിൻ. ശരിയല്ലേ? സോ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഈ ഡസ്റ്റ് വന്ന് വീഴുന്നത് മൂലം ട്രെയിനിൽ കിട്ടുന്ന ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം വി റിലേറ്റീവ് ഇൻ ടു dm/dt ആണ്. നമുക്കറിയാം ഡസ്റ്റ് പാർട്ടിക്കിൾസിന് റിലേറ്റീവ് ടു ട്രെയിൻ അക്വയർ ചെയ്യുന്ന വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. dm/dt 50 കിലോഗ്രാം പെർ മിനിറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. മിനിറ്റിനെ സെക്കൻഡ് ആക്കുകയാണെങ്കിൽ 50/60 കിലോഗ്രാം പെർ സെക്കൻഡ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് 50/3 ന്യൂട്ടൺ അല്ലെങ്കിൽ 16.66 ന്യൂട്ടൺ ആണ് ഡസ്റ്റ് പാർട്ടിക്കിളുകൾ വന്ന് വീഴുന്നത് മൂലം ട്രെയിനിന് കിട്ടുന്ന ത്രസ്റ്റ് ഫോഴ്സ്. അതുമൂലം അതിൻ്റെ വെലോസിറ്റി കുറയാനിടയാകും. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എൻജിൻ വഴി ട്രെയിൻ പ്രയോഗിച്ചാൽ മാത്രമേ ഈ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് കീപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യം. A force of 10 Newton acts on a body of mass 20 kilogram for 10 seconds. Change in its momentum is. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഫണ്ടമെൻ്റൽ ആയിട്ട് അറിയാവുന്ന കാര്യം എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി വിൽ ബി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. ΔP/ΔT എന്ന് നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ടു ചേഞ്ച് ഇൻ ടൈം എഴുതാം. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വാല്യൂ 10 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ടൈം എന്നുള്ളത് 10 സെക്കൻഡ് ആണ്. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ സെക്കൻഡ് അല്ലെങ്കിൽ 100 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് ന്യൂട്ടണിൻ്റെ രണ്ടാം ചലന നിയമം വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്പൾസ് മൊമെൻറ്റം തിയറം വെച്ചും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4. A mass m is suspended by a rope from a rigid support at P as shown in figure. ചിത്രത്തിലേതുപോലെ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു മാസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അനദർ റോപ്പ് ഈസ് ടൈഡ് അറ്റ് ദ എൻഡ് ടു Q. മറ്റൊരു റോപ്പ് Q എന്ന് പറയുന്ന പോയിന്റിൽ ടൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈസ് പുൾഡ് ഹൊറിസോണ്ടലി വിത്ത് എ ഫോഴ്സ് F. ഒരു F ഫോഴ്സ് കൊണ്ട് ഈ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു? പുൾ ചെയ്യുകയാണ്. If the rope PQ makes angle theta with the vertical, then the tension in the string PQ. ഈ PQ എന്നുള്ള സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്താണ് എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഈ ഒരു സിസ്റ്റം നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ ഇക്വിലിബ്രിയത്തിലാണെന്ന് മനസ്സിലാക്കാം. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഫോഴ്സുകളെ റിസോൾവ് ചെയ്യാം, കോമ്പണൻസ് ആക്കി റിസോൾവ് ചെയ്യാം, സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇവിടെ F എന്ന് പറയുന്ന ഫോഴ്സും എമ്മിൽ നിന്ന് ആക്ട് ചെയ്യുന്ന വെയിറ്റ് mg ഡൗൺവേർഡ്, ഇവയെല്ലാം ഒരു x ആക്സിസ് y ആക്സിസ് ഡയറക്ഷനിലാണ്.
സോ അതുകൊണ്ട് തന്നെ ഞാൻ ടെൻഷൻ എന്ന് പറയുന്നതിനെ ചിത്രത്തിൽ തന്നിരിക്കുന്ന ആക്സിസുകളിൽ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. സോ ദിസ് വിൽ ബി ടി കോസ് തീറ്റ ആൻഡ് ദിസ് കോമ്പണൻറ്റ് വിൽ ബി ടി സൈൻ തീറ്റ. സോ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ടി കോസ് തീറ്റ ആർക്ക് തുല്യമാണ്? ടി കോസ് തീറ്റ എം ജിക്ക് തുല്യമാണ്. അതുപോലെ ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് എഫിന് തുല്യമായിരിക്കും. രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്, ഇക്വേഷൻ നമ്പർ 1 and 2. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ്റെ വില എഫിലാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എഫിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 2-ൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം ടെൻഷൻ്റെ വില എഫ് ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയാണ്. ഓക്കെ, സോ ടെൻഷൻ വിൽ ബി നത്തിങ് ബട്ട് എഫ് ബൈ സൈൻ തീറ്റ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി എം ജിയിൽ ആണ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ എം ജി ബൈ കോസ് തീറ്റ എന്ന് വന്നതിന് ടെൻഷൻ്റെ ഉത്തരം. എഫും എം ജിയും കൂടെ ചേരുന്ന രൂപത്തിൽ നമുക്ക് ടെൻഷൻ, ഓക്കെ, എഫ് ആൻഡ് എം ജി ഇക്വേഷൻ നമ്പർ 1 and 2 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫും എം ജിയും തമ്മിലുള്ള റിലേഷനും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടും? എഫ് ഡിവൈഡഡ് ബൈ എം ജി എന്നുള്ളത് ടാൻ തീറ്റയ്ക്ക് തുല്യമായിരിക്കും സൈൻ ബൈ കോസ്. സോ നമുക്ക് എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു എം ജി ടാൻ തീറ്റ എന്നുള്ള റിലേഷനും നമുക്ക് കിട്ടും. സോ ടെൻഷൻ്റെ ആൻസർ നിങ്ങൾക്ക് ഏതിലെഴുതാം? എഫിൻ്റെ ടേമിൽ എഴുതാം, അല്ലെങ്കിൽ എം ജിയുടെ ടേമിൽ എഴുതാം. ഇവിടെ എഫിൻ്റെ ടേമിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 5. In the following diagram, pulley P1 is movable and pulley P2 is fixed. രണ്ട് പുള്ളികൾ തന്നിട്ടുണ്ട്, ഒന്ന് മൂവബിൾ ആണ്, ഒന്ന് ഫിക്സ്ഡ് ആണ്. The value of angle theta will be, ആംഗിൾ തീറ്റ എത്ര എന്നാണ് ചോദ്യം. ആദ്യമായി ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകാം. ഒരു എൻഡ് മുതൽ ഈ കണക്ഷൻ പോയിന്റ് മുതൽ ഈ കണക്ഷൻ പോയിന്റ് വരെ ഒരൊറ്റ സ്ട്രിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയൽ സ്ട്രിങ് ആയി നമുക്കതിനെ അസ്യൂം ചെയ്തുകൊണ്ട് ത്രൂ ഔട്ട് ദ സ്ട്രിങ് ടെൻഷൻ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ഒരു W P2 പുള്ളിയിലൂടെ കടന്നു വരുന്ന W എന്ന് പറയുന്ന വെയ്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ W വെയ്റ്റ് താഴോട്ട് ആക്ട് ചെയ്യും, വെയ്റ്റ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദ എർത്ത്. അതുപോലെ ടെൻഷൻ എവേ ഫ്രം ദ ബോഡി T ആക്ട് ചെയ്യും. ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് നമുക്ക് T ഈസ് ഈക്വൽ ടു W എന്നെഴുതാം. ലെറ്റ്സ് സേ ഇക്വേഷൻ നമ്പർ 1. ഇനി P1 എന്ന് പറയുന്ന പുള്ളിയുടെ പോർഷനിൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ യു ക്യാൻ സി വെയ്റ്റ് W താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഇവിടെ എവേ ഫ്രം ദ ബോഡി, ഈ ഒരു ജംഗ്ഷനിൽ നിങ്ങൾക്ക് എവേ ഫ്രം ദ ബോഡി ടെൻഷനുകൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം, T ആൻഡ് T. ടെൻഷനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നു രണ്ട് കോമ്പോണൻറ്റുകളായി. ഈ ഡയറക്ഷനുകളിൽ നിങ്ങൾക്ക് ടെൻഷനെ റിസോൾവ് ചെയ്യാം. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. സോ ദിസ് വിൽ ബി T കോസ് തീറ്റ. മുകളിലത്തെ കോമ്പോണൻ്റ് എന്ത് വരും? T സൈൻ തീറ്റ. അതുപോലെ ഇപ്പുറത്തും ആംഗിൾ തീറ്റയാണ്, ഇത് T കോസ് തീറ്റയാണ് ഈ കോമ്പോണൻറ്റ്. മുകളിൽ വീണ്ടും T സൈൻ തീറ്റ വരും. ഈ ഒരു പോയിന്റിലും ഇക്വിലിബ്രിയമുണ്ട്, ദർ ഈസ് നോ നെറ്റ് ഫോഴ്സ് അല്ലേ. അതുകൊണ്ട് തന്നെ T കോസ് തീറ്റകൾ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ രണ്ട് T സൈൻ തീറ്റകളുണ്ട്, താഴോട്ടൊരു W ഉണ്ട്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ, ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ, അവിടെ 2 times ഓഫ് T സൈൻ തീറ്റ എന്ന് പറയുന്നത് T സൈൻ തീറ്റ പ്ലസ് T സൈൻ തീറ്റ എന്ന് പറയുന്നത് Wയുമായിട്ട് മാച്ച് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 2. 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും Tക്ക് പകരം W കൊടുക്കാം. 2W സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു W ക്യാൻസൽ ചെയ്ത് പോയി. സൈൻ തീറ്റയുടെ വില 1/2 ആൻഡ് തീറ്റ ഈസ് നത്തിങ് ബട്ട് 30 ഡിഗ്രി. So option B is the correct answer. Question number 6. A man of mass M stands on a crate of mass M. He pulls on a light rope passing over a smooth light pulley. The other end of the rope is attached to the crate. For the system to be in equilibrium, the force exerted by the man on the rope will be. ശരി, ഒരാൾ ഒരു എലിവേറ്റർ പോലുള്ളൊരു സാധനം ഒരു ക്രേറ്റിൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ട്. അയാൾ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ക്രേറ്റിൽ കണക്ട് ചെയ്യുന്ന റോപ്പിൽ അയാൾ താഴോട്ടൊരു പുള്ളിംഗ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സിസ്റ്റം നിലവിൽ ഇക്വിലിബ്രിയത്തിലാണ്. എങ്ങനെയായിരിക്കാം നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്നത്? ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രിങ്ങിൽ ടെൻഷൻ T ഉണ്ട്, എവേ ഫ്രം ദ ബോഡി, എവേ ഫ്രം ദ ഹോൾ സിസ്റ്റം. വീണ്ടും ഇവിടെ വരുന്ന സ്ട്രിങ് മാനിൻ്റെ കയ്യിലൂടെ പോകുന്ന ആ ഒരു റോപ്പിലും ടെൻഷൻ എവേ ഫ്രം ദ ഹാൻഡ്. ഓക്കെ അല്ലേ?
നമ്മൾ ഈ സിസ്റ്റം മൊത്തത്തിൽ ഒരുമിച്ച് പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സുകളാണ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ ആ മാനിൻ്റെയും ക്രേറ്റിൻ്റെയും ടോട്ടൽ വെയിറ്റ് താഴോട്ട് m+m×g എന്ന് ആക്ട് ചെയ്യും. സോ ഈ സിസ്റ്റം മൊത്തത്തിൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സുകൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പരസ്പരം ഈക്വൽ ആകണം. മുകളിലോട്ട് വരുന്ന ഫോഴ്സ് T+T 2T ആണ്. This 2T has to be matched with capital M plus small m into g. അങ്ങനെയാണെങ്കിൽ what is the tension on the rope? അല്ലേ, tension on the rope is nothing but m plus m into g divided by 2. So ഓപ്ഷൻ B ആണ് ഈ ചോദ്യത്തിന് കൃത്യമായ ആൻസർ. Question number 7. A cricket ball of mass 150 gram is moving with a velocity of 12 meter per second and is hit by a bat so that the bat is turned back with a velocity of 20 meter per second. The force of blow acts for 0.01 second on the ball. The average force exerted by the bat on the ball. ഇവിടെ ബാറ്റ് ബോളിൽ ചെന്ന് ഹിറ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടൈമിൽ നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, കൊളിഷൻ വഴി ഉണ്ടാകുന്ന ഫോഴ്സ് ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് ഇമ്പൾസ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ഇമ്പൾസ് കിട്ടുന്നത് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇമ്പൾസീവ് ഫോഴ്സ് എത്രയാണെന്നും കാൽക്കുലേഷൻ ചെയ്യാം. നമുക്ക് ചോദ്യത്തിൽ മാസ് തന്നിട്ടുണ്ട് 150 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി അല്ലെ, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായി 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. സോ ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് u. മാസ് 150 ഗ്രാം ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഒരു ബോള് ബാറ്റിൽ ഹിറ്റ് ചെയ്യുന്നു അല്ലേ, ബോള് ബാറ്റിൽ ഹിറ്റ് ചെയ്യുന്നു. ലെറ്റ്സ് സേ ഈ ഒരു സർഫസിനെ നമുക്ക് ബാറ്റായിട്ട് സങ്കല്പിച്ചാൽ ഈ ബാറ്റിൽ ബോൾ വന്ന് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആഫ്റ്റർ ഹിറ്റിംഗ് ബോളിൻ്റെ ഡയറക്ഷൻ അല്ലേ, ബോളിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ തിരിയുന്നു. ഇത് തിരിച്ചു പോകുന്ന വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ ഫൈനൽ വെലോസിറ്റി ഡയറക്ഷൻ ഉൾപ്പെടെ വേണം വെലോസിറ്റി എഴുതാൻ. അങ്ങനെയാണെങ്കിൽ -20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നമുക്ക് എഴുതാം. ബിക്കോസ് ദീസ് ആർ വെക്ടേഴ്സ്. 12i എന്നും -12i എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എഴുതാം. 12i മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ -20i മീറ്റർ പെർ സെക്കൻഡ്. എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് 12i മീറ്റർ പെർ സെക്കൻഡ്, തിരിച്ചു വരുന്നത് കൊണ്ട് -20i മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ ഫോഴ്സ് ഓഫ് ബ്ലോ ആക്ട് ഫോർ 0.01 സെക്കൻഡ്. അപ്പോൾ അവിടെയുള്ള ടൈം ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 0.01 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇമ്പൾസ് മൊമെൻറ്റം തിയറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് തുല്യമാണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഇതെല്ലാം തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് 150 ഗ്രാം ആണ്. 150 × 10⁻³ കിലോഗ്രാം എന്ന് നമുക്ക് എഴുതാം. ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് നമുക്ക് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കുകയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി -20i മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 12i. Okay, so you are getting the answer as 150 × 10⁻³ into -32i. Okay, so this will be the impulse. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഇമ്പൾസ് എന്ന് പറയുന്നത്, ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് ഇമ്പൾസീവ് ഫോഴ്സ് ഇൻറ്റു ടൈം. ആവറേജ് ഇമ്പൾസീവ് ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഇമ്പൾസീവ് ഫോഴ്സ് will be impulse divided by time taken. Okay, time of contact 0.01 സെക്കൻഡ് ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഐയുടെ ടേം ഒഴിവാക്കാം, മൈനസിൻ്റെ ടേം ഒഴിവാക്കാം. സോ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? മാഗ്നിറ്റ്യൂഡ് മാത്രം മതി എങ്കിൽ, ആവറേജ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ നമുക്ക് -i ഡയറക്ഷനെ കാണിക്കുന്ന ടേമാണ്, നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. 150 × 10⁻³ into 32 divided by, and the time is 0.01, that is 10⁻². Okay, so 10⁻² മുകളിൽ വരുന്നു, 10⁻−1 ആകും. അതും 0യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ആൻസർ വിൽ ബി 32 × 15. Okay, 32 × 15 is 320 + 160. Answer is 480 Newton.
So average force on the ball, average force on the ball by the bat at this time period അല്ലെ, ഈ ഒരു ടൈം ഓഫ് കോൺടാക്റ്റിൽ വരുന്ന ആവറേജ് ഫോഴ്സ് 480 ന്യൂട്ടൺ ആണ്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 480 Newton is the correct answer. Question number 8. A ball of mass 150 gram moving with an acceleration 20 meter per second square is hit by a force which act on it for 0.1 second. The impulse is, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ബോളിൻ്റെ മാസും ആക്സിലറേഷനും തന്നിട്ടുണ്ട്. 0.1 സെക്കൻഡിൽ എന്ത് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ചെറിയ ടൈം പീരീഡ്, ചെറിയ സ്പാൻ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് 0.1 സെക്കൻഡ്. ഇമ്പൾസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പൾസ് എന്ന് പറയുന്നത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം അതിൻ്റെ സ്കെലാർ ഫോം എഴുതുകയാണെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് ഇൻറ്റു സ്മോൾ ചേഞ്ച് ഇൻ ടൈം ആണ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതാം, ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം എന്ന് എഴുതാം. മാസ് എവിടെ എത്രയാണ്? 150 ഗ്രാം ആണ്. കിലോഗ്രാമിൽ 150 × 10⁻³ ആക്സിലറേഷൻ ഈസ് 20. ചെറിയ ടൈം 0.1 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ആൻസർ യു ആർ ഗെറ്റിംഗ്? ദിസ് വിൽ ബി 0 ക്യാൻസൽ ചെയ്താൽ 10⁻⁻1, ഇത് മറ്റൊരു 10⁻⁻1, 15 × 2 30. സോ ആൻസർ വിൽ ബി 0.03 ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ക്ലിയർലി സീ 0.3 സെക്കൻഡ് ആണ്, 0.3 ന്യൂട്ടൺ സെക്കൻഡ്. 15 × 2 will be 30 and 30 രണ്ട് പോയിന്റുകളല്ലേ, 10⁻⁻1 and one more 10⁻⁻1. So 30 × 10⁻⁻2 answer will be 0.3 Newton second. Option C is the correct answer. Option C is the correct answer. Question number 9. The force time curve of a particle executing linear motion is as shown in figure. The momentum acquired by the particle in time interval from 0 to 8 seconds will be. ഒരു പാർട്ടിക്കിൾ അക്വയർ ചെയ്യുന്ന ഫോഴ്സ്, ഓരോ ടൈമിനനുസരിച്ച് അക്വയർ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് പാർട്ടിക്കിൾ അക്വയർ ചെയ്യുന്ന മൊമെൻറ്റം 0 മുതൽ 8 സെക്കൻഡുകൾക്കുള്ളിൽ എത്ര എക്സ്ട്രാ മൊമെൻറ്റം അക്വയർ ചെയ്യുന്നു കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഓപ്ഷൻസ് -2 ന്യൂട്ടൺ സെക്കൻഡ്, +4 ന്യൂട്ടൺ സെക്കൻഡ്, 6 ന്യൂട്ടൺ സെക്കൻഡ് ആൻഡ് 0 എന്നിങ്ങനെയാണ്. ഇവിടെ മൊമെൻറ്റം എത്രയാണ് അക്വയർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. സോ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ വരുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇമ്പൾസിന് തുല്യമായിരിക്കും. ഇമ്പൾസ് എന്ന് പറയുന്നതിൻ്റെ ജനറൽ ഇക്വേഷൻ ഒരു വേരിയബിൾ ഫോഴ്സിന് ഇൻ്റഗ്രൽ F.dt ആണ്. അതായത് FT കർവിൻ്റെ, ഫോഴ്സ് ടൈം കർവിൻ്റെ ഏരിയയാണ്. ഇവിടെ ഏരിയ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് എടുക്കാൻ മറക്കരുത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ നോക്കുക, ഈ ഡയഗ്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇടയിലുള്ള ഏരിയ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ രണ്ടായിട്ട് മുറിക്കുകയാണ്. ഇത് നെഗറ്റീവ് പാർട്ടാണ്, അതിന് തത്തുല്യമായ ഒരു പോസിറ്റീവ് പാർട്ട് ഇവിടെ ഉണ്ട്. സോ ഈ രണ്ട് ഏരിയകൾ ആഡ് ചെയ്യുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ആൻസർ 0 ആണ്. അപ്പോൾ ഈ ഷേപ്പിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട, കാരണം ഈ ചിത്രത്തിൽ ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ടിലെ ഏരിയ പോസിറ്റീവ് ഏരിയയാണ്, അതിന് തത്തുല്യമായ നെഗറ്റീവ് ഏരിയയാണ് താഴെ. അപ്പോൾ ഇത് പോസിറ്റീവ് ഏരിയ, ഇത് നെഗറ്റീവ് ഏരിയ, വീണ്ടും അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 0 മുതൽ 8 സെക്കൻഡുകൾക്കിടയിൽ വരുന്ന ഏരിയകൾ കൂട്ടുമ്പോൾ നെറ്റ് ആൻസർ 0 ആയതുകൊണ്ട് തന്നെ ഏരിയ അണ്ടർ ദ FT കർവ് 0 ആണ്. അതുകൊണ്ട് ഇമ്പൾസിൻ്റെ വാല്യൂ 0 ആണ്. ഇമ്പൾസ് 0 ആണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റവും 0 ആണ്. ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ മൊമെൻറ്റം ചേഞ്ച് ഉണ്ടായിട്ടില്ല. ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആയതുകൊണ്ട് തന്നെ മൊമെൻറ്റം അക്വയർഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദിസ് ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് 0. Question number 10. A wagon weighing 1000 kg is moving with a velocity of 50 km/h on smooth horizontal rail. A mass of 250 kg is dropped into it. The velocity with which it moves now is. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു റെയിലിൽ ഒരു വാഗൺ, ഒരു ട്രെയിൻ മോഡലായിട്ടുള്ളൊരു സംഭവം മൂവ് ചെയ്യുകയാണ്. നിങ്ങൾ ട്രെയിനായി തന്നെ അതിനെ സങ്കല്പിക്കുക. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മാസ് 1000 kg ആണ്. ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 50 km/h ആണ്. ഇതിൽ ഹൊറിസോണ്ടലി ആയിട്ട് ഇത് മൂവ് ചെയ്യുമ്പോൾ ഒരു 250 kg മാസ് ഇതിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. 250 kg മാസ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇമ്പൾസീവ് നോർമൽ റിയാക്ഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ബോഡിയിൽ ഒരു mg ഫോഴ്സ് വരും, ആ സർഫസിൽ എക്സ്ട്രാ വരുന്നത് ഒരു നോർമൽ റിയാക്ഷൻ ആയിരിക്കും, അത് താഴോട്ടാണ്. ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബോഡിയിൽ വന്ന് എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് ഈ വാഗണിൽ വന്ന് എക്സ്ട്രാ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലല്ല. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സും ഈ ഒരു പ്രോസസ്സിൽ വരാത്തത് കൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്താണ്? 0 ആണ്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. സോ ഇനിഷ്യൽ മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ ഹാസ് ടു ബി ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇനിഷ്യൽ മൊമെൻറ്റം എക്സ് ഡയറക്ഷനിൽ എന്താണ്? നമുക്ക് വെക്ടോറിക്കലി മൊമെൻറ്റം ഇടാം. ഇനിഷ്യൽ ഡയറക്ഷൻ എക്സിൻ്റെ ദിശയിൽ, ഹൊറിസോണ്ടൽ ദിശയിൽ ഇനിഷ്യൽ മൊമെൻറ്റം 1000 കിലോഗ്രാം 50 കിലോമീറ്റർ പെർ അവറിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മൊമെൻറ്റം വിൽ ബി മാസ് 1000 കിലോഗ്രാം ഇൻറ്റു 50 കിലോമീറ്റർ പെർ അവർ. ഇനി ബോഡിയുടെ വെയിറ്റ്, ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ വെയിറ്റ് ഈ 250 വീഴുന്നത് വഴി എത്രയായിട്ട് ഉയരുകയാണ്? 1250 ആയിട്ട് മാറി. 1000 വാഗണിൻ്റെ വെയിറ്റും 250 കിലോഗ്രാം എക്സ്ട്രാ വെയിറ്റും. അതിനെ തുടർന്ന് എക്സ് ഡയറക്ഷനിൽ അത് പുതിയൊരു വെലോസിറ്റി അക്വയർ ചെയ്യും. ദ വെലോസിറ്റി വിൽ ബി v. ഇത് സോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് ആൻസർ കിട്ടും. സോ ഇത് നമുക്ക് സീറോസ് ക്യാൻസൽ ചെയ്യാം. 5 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 25. സോ v വിൽ ബി 1000 ഡിവൈഡഡ് ബൈ 25. ആൻസർ വിൽ ബി 40 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, 40 കിലോമീറ്റർ പെർ അവർ ഇസ് ദ കറക്റ്റ് ആൻസർ. Question number 11. The kinetic energy of two masses m1 and m2 are equal. The ratio of their linear momentum will be. ഇവിടെ കൈനറ്റിക് എനർജി തന്നതിന് ശേഷം, കൈനറ്റിക് എനർജിയെ പറ്റി പ്രസ്താവിച്ചതിന് ശേഷം മൊമെൻറ്റത്തിനെ പറ്റി ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും ആദ്യം ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം ആൻസറിലോട്ട് പോകുന്നതിന് മുമ്പായി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ½ mv² ആണ്. ഇതിൽ ഹാഫ് ഓഫ് mv² എന്നുള്ളതിൽ നിങ്ങൾ ഒരു m കൊണ്ട് ഗുണിക്കുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ ½ mv² ഡിവൈഡഡ് ബൈ m എന്ന് വരും. ഇതിൽ യാതൊരു മാറ്റവുമില്ല, കാരണം ഇതും ½ mv² തന്നെയാണ്. m ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. m² v² എന്ന് പറയുന്നത് മൊമെൻറ്റത്തിൻ്റെ സ്ക്വയറിലെ, കാരണം മൊമെൻറ്റം എന്ന് പറയുന്നത് m ഇൻറ്റു v ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിത് ½ p² m എന്ന് എഴുതാം. സോ മറക്കരുത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p² 2m എന്നുള്ള റിലേഷനിൽ നിങ്ങൾക്ക് ഓർക്കാം. ഇനി നമുക്ക് ഈ ചോദ്യത്തിലോട്ട് തിരിച്ചു വരാം. കൈനറ്റിക് എനർജിയുടെ റിലേഷൻ നമുക്കറിയാം, p² ഡിവൈഡഡ് ബൈ 2m ആണ്. കൈനറ്റിക് എനർജി ഓഫ് 2 masses ആർ ഈക്വൽ എന്ന് പറയുന്നു. അപ്പോൾ 2 മാസുകളെ സംബന്ധിച്ച് കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്, ഈക്വൽ ആണ്, കോൺസ്റ്റൻ്റ് ആണ്. ദ റേഷ്യോ ഓഫ് ദെയർ ലീനിയർ മൊമെൻറ്റം വിൽ ബി. അങ്ങനെയാണെങ്കിൽ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ, കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. 2 ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്, സോ മാസിന് പ്രൊപ്പോർഷണൽ ആണ്. സോ ലീനിയർ മൊമെൻറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മാസ്. സോ p1 by p2 will be square root of m1 by m2. This will be the correct answer for this question. So എന്തായിരിക്കും ലീനിയർ മൊമെൻറ്റം റേഷ്യോ ഫോർ ദീസ് ബോഡീസ്? ഓപ്ഷൻ സി, root of m1 by m2. Okay. Question number 12. If the force on a rocket moving with a velocity of 300 meter per second is 210 Newton, then the rate of combustion of fuel. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, ശരിയല്ലേ? ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു dm/dt ആണ്. ഇവിടെ വെലോസിറ്റി ഓഫ് ദ ഇജക്റ്റഡ് ഗ്യാസ് വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് എത്രയാണ്? റോക്കറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 300 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ വാല്യൂ 300 കൊടുക്കാം. dm/dt കാൽക്കുലേറ്റ് ചെയ്യണം. ത്രസ്റ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 210 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇത് സോൾവ് ചെയ്യുന്നത് വഴി യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 21/30 ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ dm/dt വിൽ ബി 21 ഡിവൈഡഡ് ബൈ 30. സോ 0.7 കിലോഗ്രാം പെർ സെക്കൻഡ്. ദിസ് വിൽ ബി ദ റേറ്റ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ. ഒരു സെക്കൻഡിൽ 0.7 കിലോഗ്രാം ഫ്യൂവൽ എന്ത് ചെയ്യണം? കമ്പസ്റ്റൻ ചെയ്താൽ മാത്രമേ 300 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വെലോസിറ്റിയിൽ അത് പുറത്ത് വരികയും ചെയ്യും, അല്ലേ? ആ ഇജക്റ്റഡ് ഗ്യാസ് 210 ത്രസ്റ്റ് ഫോഴ്സ് അപ്പോഴേ ആ ഒരു റോക്കറ്റിൽ കിട്ടുകയുള്ളൂ.
So out of the given option A is the correct answer. Option A is the correct answer. Question number 13. A man weighs 80 kilogram. He stands on a weighing scale in a lift which is moving upward with a uniform acceleration of 5 meter per second square. What would be the reading of the scale? നമുക്കറിയാം ഒരു മൂവിങ് പ്ലാറ്റ്ഫോമിൽ ലിഫ്റ്റിൽ ഒരു റീഡിംഗ് സ്കെയിലിന് മുകളിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ സ്കെയിൽ എപ്പോഴും റീഡ് ചെയ്യുന്നത് നോർമൽ റിയാക്ഷനെയാണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നതാണ് അപ്പാരൻറ്റ് വെയിറ്റ് നമുക്ക് മാസ് ഇൻറ്റു ജി എഫക്റ്റീവ് എന്ന് പഠിച്ചു. ലിഫ്റ്റ് മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ജി എഫക്റ്റീവിൻ്റെ വാല്യൂ ജി പ്ലസ് എ ആണ്. സോ മാസ് 80 കിലോഗ്രാം, ജിയുടെ വാല്യൂ 10 എടുക്കാം, ആക്സിലറേഷൻ്റെ വില 5 തന്നിട്ടുണ്ട്. സോ ആൻസർ വിൽ ബി 800 plus 80 into 5, that is 400, isn't it? Answer will be 1200 Newton. Okay, so ഇവിടുത്തെ റീഡിംഗ് ഓഫ് ദ സ്കെയിൽ ഓപ്ഷൻ സി ആണ് 1200 Newton. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 14. An elevator weighing 6000 kilogram is pulled upward by a cable with an acceleration of 5 meter per second square. Taking g to be 10 meter per second square, then the tension on the cable. ഒരു എലിവേറ്റർ, അതിന് മുകളിൽ ഒരു റോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കേബിളിൽ ഒരു ടെൻഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് മുകളിലോട്ട് പോകുന്നു. ടി ടെൻഷൻ കേബിളിൽ എവേ ഫ്രം ദിസ് എലിവേറ്റർ ബോഡി ആക്ട് ചെയ്യുന്നുണ്ട്. എത്ര ആക്സിലറേഷനിലാണ് ഈ സിസ്റ്റം മുകളിലോട്ട് പോകുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് പോകുന്നത്. ഈ എലിവേറ്ററിൻ്റെ വെയിറ്റ് 6000 കിലോഗ്രാം. അപ്പോൾ വെയിറ്റ് മാസ് 6000 കിലോഗ്രാം ആണെങ്കിൽ വെയിറ്റ് എന്തായിരിക്കും? 6000 ഇൻറ്റു 10 ജി, 6000 ജി, ദാറ്റ് ഈസ് 60,000. ഓക്കെ, 60,000 ന്യൂട്ടൺ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ ടെൻഷൻ ഇൻ ദ കേബിൾ എത്രയാണെന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സിസ്റ്റത്തിൽ ഹോൾ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം മുകളിലോട്ടായതുകൊണ്ട് ടെൻഷൻ ആണല്ലോ വലുത്. സോ ടി മൈനസ് 60,000 ഹാസ് ടു ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എത്രയാണ്? 6000 ആണ്, ഇൻറ്റു ആക്സിലറേഷൻ 5 ആണ്. സോ ടെൻഷൻ്റെ വാല്യൂ 6000 ഇൻറ്റു 5 പ്ലസ് 60,000, നമുക്ക് 6000 ഇൻറ്റു 10 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആൻസർ 6000 ഇൻറ്റു 15 ആയിരിക്കും. സോ ആൻസർ വിൽ ബി 90,000 ന്യൂട്ടൺ. ഓക്കെ, സോ ടെൻഷൻ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 90,000 ന്യൂട്ടൺ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 15. A bird is sitting in a large closed cage which is placed on a spring balance. It records a weight of 25 Newton. The bird flies upwards in the cage with an acceleration of 2 meter per second square. The spring balance will now record a weight of. അപ്പം ഇതൊരു ക്ലോസ്ഡ് കേജ് ആണ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ബേർഡ് എങ്ങനെയായിരിക്കണം പറക്കാൻ ശ്രമിക്കേണ്ടത്? ഈക്വലായിട്ടുള്ളൊരു ഫോഴ്സ് അത് അതിൻ്റെ ചിറകുകൾ വെച്ച് അതിനുള്ളിലുള്ള എയറിൽ കൊടുക്കണം. അങ്ങനെ കിട്ടുന്ന ത്രസ്റ്റ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് മുകളിലോട്ട് പറക്കുന്നത്. പക്ഷേ ഈ പ്രോസസ്സുകൾ എല്ലാം തന്നെ നടക്കുന്ന ആക്ഷൻ ഇൻറ്റേർണൽ ആക്ഷനാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ വരുന്ന ഫോഴ്സ് ഒരു ഇൻറ്റേർണൽ ഫോഴ്സാണ്. ഇൻറ്റേർണൽ ഫോഴ്സുകളൊന്നും തന്നെ റീഡിങ്ങുകളിൽ വ്യത്യാസം വരുത്തുകയില്ല. അതുകൊണ്ട് തന്നെ സ്പ്രിങ്ങിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 25 ന്യൂട്ടൺ ആയി തുടരുക തന്നെ ചെയ്യും. ഹെൻസ് ഓപ്ഷൻ ബി ഈസ് ദ correct answer.